മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബിയെ കണ്ടു. ഖുർആനല്ലേ? ഒരു മൗലവിക്കും അത് ചോദ്യം ചെയ്യാൻ കഴിയൂലല്ലോ. ബുഖാരിയിലും മുസ്ലിമിലും മാത്രമുള്ള ഹദീസ് അല്ലല്ലോ. ഇരിക്കട്ടെ, അങ്ങനെ അല്ലാഹു തആല നിശ്ചയിച്ച സ്ഥലങ്ങളിലെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്ത് അതാ മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുന്നു. ആഗ്രഹം എന്താണ്? അത് അല്ലാഹുവിനെ കാണലാണ്. അല്ലാഹുവിന് സ്ഥലമില്ല. അല്ല മേലെയാണെന്നോ താഴെയാണെന്നോ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നുവെന്നോ അങ്ങനെയൊന്നും വിശ്വസിക്കാനും പറയാനും പാടില്ല. കാരണം സ്ഥലങ്ങളൊക്കെ പടച്ചവൻ അല്ലാഹുവാണ്. സ്ഥലങ്ങൾ പടക്കുന്നതിന് മുമ്പും അല്ലാഹു ഉണ്ട്, ശേഷവുമുണ്ട്. റബ്ബിന് മാറ്റമില്ല. പക്ഷേ അല്ലാഹുവിനെ സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ കാണുമല്ലോ. ആ സ്വർഗമാണ് മുഅ്മിനീങ്ങൾക്ക് നിൽക്കാൻ അല്ലാഹു നിശ്ചയിച്ച സ്ഥലം. അവിടെ നിന്നാണ് അല്ലാഹനെ കാണുന്നത്. അതുകൊണ്ട് അല്ലാഹ് സ്വർഗത്തിൽ നിൽക്കുന്നു എന്നല്ല. ഇതുപോലെ ഹബീബായ നബിതങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ ഹബീബായ നബിതങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കണ്ടേ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിയല്ലേ. ആ ഹബീബായ നബിതങ്ങൾക്ക് മേലെ നിന്ന് കാണാനാണ് അല്ലാഹു അവസരം കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേലെ എത്തിയപ്പോൾ ഒരു സ്ഥലത്തുമല്ലാതെ റബ്ബിനെ കാണുകയാണ്, സംഭാഷണം നടത്തുകയാണ്. ആ സംഭാഷണം നടത്തിയതിന്റെ പുറമെ അല്ലാഹ് പറഞ്ഞില്ലേ, ഇസ്രാ മിഅ്റാജിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? മറ്റുള്ള ആളുകൾക്ക് മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കലാണെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് പച്ചാ പകലിലല്ലേ നടത്തേണ്ടത്? ആളുകൾ കാണയല്ലേ നടത്തേണ്ടത്? ഇത് രാത്രി കൂരിരുട്ടിലല്ലേ നടത്തുന്നത്? അപ്പൊ ആളുകളെ കാണിക്കലല്ലോ ഇസ്രാ മിഅ്റാജിന്റെ ലക്ഷ്യം. അതിന്റെ ലക്ഷ്യം ഖുർആൻ പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാതിനാ, അല്ലാഹുവിന്റെ റസൂലിന് തെളിവുകൾ കാണിക്കലാണ് അതിന്റെ ലക്ഷ്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ സ്വർഗം കാണിക്കുന്നു, നരകം കാണിക്കുന്നു, മലായികത്തിനെ കാണിക്കുന്നു, അമ്പിയാക്കളെ കാണിക്കുന്നു. അങ്ങനെ അതാ വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഖൽ ബസറു വമാ തഗാ. ഹബീബായ നബിതങ്ങൾ വരുന്ന വകയിൽ അലങ്കാരമാണ്. അവിടെ വലിയ അലങ്കാരമാണ്, വിധാനമാണ്, ലൈറ്റുകളാണ്, പഴങ്ങളാണ്, ഇലകളാണ്, പല പല പ്രകാശങ്ങളാണ്. ഇത് വരുന്നത് ഹബീബാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് നടത്തുന്ന വിധാനങ്ങൾ, അലങ്കാരങ്ങൾ വലുതാണ്. പക്ഷേ മാ സാഖൽ ബസറു വമാ തഗാ, ഒരു ശരിയായ നേതാവെന്ന് പറയുന്നത് അലങ്കാരം കാണുമ്പോൾ പെട്ടുപോകുന്ന ആളല്ല, പണം കാണുമ്പോൾ പെട്ടുപോകുന്ന ആളല്ല. അലങ്കാരമോ അതുപോലെ തന്നെ ഭൗതികങ്ങളോ കാണുമ്പോൾ പെട്ടുപോകുന്ന ആളല്ല. ഒരു ശരിയായ നേതാവെന്ന് പറയുന്നത് അനുയായികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരല്ലേ ശരിയായ നേതാവ്. അതുകൊണ്ട് തന്നെ ആ അലങ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹബീബായ നബിതങ്ങളുടെ ശ്രദ്ധ തെറ്റിയിട്ടില്ല, കണ്ണ് മറിഞ്ഞിട്ടില്ല. മാ സാഖൽ ബസറു വമാ തഗാ. അല്ലാഹുവിനെ ഹുബ്ബ് വെച്ച് ആ റബ്ബിൽ നിന്ന് എന്റെ അനുയായികളെ രക്ഷപ്പെടുത്താനുള്ള സമ്മാനം കിട്ടണമെന്ന ചിന്തയിൽ അവിടുന്ന് അതാ പോവുകയാണ്. അന്നിൽ തമൻസിലത്തൽ നിഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോയി അവിടുന്ന് റബ്ബുമായി സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അല്ലാഹു നൽകിയ സമ്മാനമാണ് മുസ്ലിമേ.
നമുക്ക് ഫർദാക്കപ്പെട്ട നിസ്കാരം അത് 50 വക്ത് നിർബന്ധമാക്കിയാണ് അവിടുന്ന് തിരിച്ചു വന്നതെങ്കിലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയായതിനാൽ നല്ല ലാഭത്തോടെ തിരിച്ചയക്കണമെന്ന നിർബന്ധം മൂസാ നബി അലൈഹിസ്സലാമിനുണ്ട്. എന്റെ ഖബർ സിയാറത്തും കഴിഞ്ഞു പോയ യാത്രയല്ലേ, നല്ല ലാഭത്തോടെ മടങ്ങി വരണം. അതുകൊണ്ട് 9 പ്രാവശ്യം മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ട് 5 നേരത്തെ നിസ്കാരം ചുരുക്കിപ്പിച്ച് 5 നേരത്തെ നിസ്കാരമായി 50 വക്ത് ചുരുക്കിയിട്ട് എല്ലാ പുത്തൻവാദികൾക്കും മറുപടി നൽകിയില്ലേ? വഫാത്തായി പോയ നബിമാര് സഹായിക്കൂല എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ സഹായം നിഷേധിക്കേണ്ടി വരൂലേ? 5 നേരത്തെ നിസ്കാരവുമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മൂസാ നബിക്ക് പിന്നെ വേറൊരു വിഷയവും കൂടിയുണ്ട്. മൂസാ നബി ഇസ്ലാം അള്ളാഹിനെ കാണാൻ വല്ലാതെ ആശിച്ച ഒരാളാണ്. അങ്ങനെ റബ്ബി അരിനി, ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹമാണ്. ഇബ്രാഹിം നബി ഇസ്ലാം വേറൊരു കാര്യം ആഗ്രഹിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവേ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷേ മൂസാ നബി ഇസ്ലാമിന് ദുനിയാവിൽ വെച്ച് കാണിച്ചു കൊടുക്കുക അള്ളാഹിന്റെ തീരുമാനമില്ല. അപ്പൊ പറഞ്ഞു, അതിന് ഇന്നക്കെല്ലാം തറാൻ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇവിടെ എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പർവ്വതങ്ങളെ നോക്കാൻ പറഞ്ഞു. പർവ്വതം അങ്ങോട്ട് കുലുങ്ങിയപ്പോ മൂസാ നബി ബോധം കെട്ട് വീഴുപോയി. മൂസാ നബി ഇസ്ലാമിന് അള്ളാഹിനെ കാണാൻ കഴിയില്ല. അപ്പൊ മൂസാ നബി ഇസ്ലാമിന്റെ മനസ്സിൽ അള്ളാഹിനെ കണ്ട ഒരാളെ കാണണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെയാണല്ലോ, ഒരു വലിയ മഹാനെ കണ്ടിട്ടില്ലേ, കണ്ടവനെ കാണുന്ന ഒരാഗ്രഹം. അങ്ങനല്ലേ, ഇഷ്ടം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അങ്ങനെയല്ലേ, കണ്ടവരെ കാണുക, അങ്ങനല്ലേ? ഇപ്പൊ നമ്മളെ മകനെ കാണണം, അയാൾ ഒരേ സൈഡ് സൗദി അറേബ്യയില അല്ലെ ദുബായിലാണ്, എന്നാൽ അയാളെ കണ്ട ഒരാളെ കണ്ടാൽ ഒരു സമാധാനം, ഒരു സന്തോഷമാണ്. അപ്പൊ മകന്റെ അടുത്ത് വന്നാന്ന് പറയുമ്പോ സന്തോഷത്തോടെ വാപ്പയും ഉമ്മയൊക്കെ അയാളോട് സംസാരിക്കും. കണ്ടവനെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ? അപ്പോഴതാ സുഹൃത്തുക്കളെ, കണ്ട ആളെ കാണുക എന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനുള്ള താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാന്റെ റസൂലിനെ വിടുന്നില്ല. 9 പ്രാവശ്യം മൂസാ നബിയുടെ സമീപത്ത് വന്നിട്ടും വിടുന്നില്ല. 5 നേരത്തെ നിസ്കാരമാക്കി അള്ളാഹ് ചുരുക്കി കൊടുത്തിട്ടും മൂസാ നബി വിടുന്നില്ല. ഇനിയും മടങ്ങിപ്പോകണം എന്നാ പറയുന്നത്. കാരണം എന്നാ പിന്നെയും കാണാലോ അള്ളാന്റെ റസൂലിനെ. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ മടങ്ങിപ്പോകൂല. കാരണം മൂസാ നബിയേക്കാൾ വിവരമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അനുയായികളെ അഭിപ്രായങ്ങൾ നേതാക്കന്മാര് സ്വീകരിക്കണം. പക്ഷെ അനുയായികൾ പറയും പോലെ അങ്ങ് നടന്നാൻ പറ്റൂല. കുറെയൊക്കെ നേതാവിന് സ്വയം ഒരു തീരുമാനം എടുക്കാനും കഴിയണം. അനുയായികളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും വേണ്ടി വന്നാൽ അതനുസരിച്ച് കുറെയൊക്കെ നീങ്ങുകയും വേണം. അതും കൂടി അള്ളാഹുന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അവസാനം അള്ളാഹുന്റെ റസൂൽ ഇനി ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് 5 നേരത്തെ നിസ്കാരം നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ആ നിസ്കാരം അസ്സലാത്ത് മിഅ്റാജുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ മിഹ്റാജാണ് നിസ്കാരം. ഓ മുസ്ലിമേ, സുബ്ഹി അടക്കം 1 നേരത്തെ നിസ്കാരവും ഖളാക്കാതെ നീ ഏറ്റവും പ്രിയം വെക്കുന്ന രാജാവായ അല്ലാഹ് ആ റബ്ബിനോടുള്ള സംഭാഷണം കൃത്യമായി നിർവഹിക്കണേ. ഏറ്റവും പ്രിയം വെക്കുന്ന നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറയണമല്ലോ നിസ്കാരത്തിൽ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, അത് നിർബന്ധമായ സലാമല്ലേ? അത് കൃത്യമായി ഒന്ന് നിർവഹിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാതെ കിടന്നുറങ്ങുന്നവനാകല്ല, ക്യാരം ബോർഡ് ചൊട്ടുന്നവനാകല്ല, അങ്ങാടിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നിസ്കാരം ഖളാക്കുന്നവനാകല്ല. ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ അതാ ഒരു പാവപ്പെട്ട ഉമ്മ മലപ്പുറം ജില്ലയിൽ നിന്ന് പറയുമ്പോ മദീനയിൽ കിടക്കുന്ന ഹബീബായ നബി തങ്ങൾ അതറിഞ്ഞുപോയി, കേട്ടുപോയി. ഏത് ചെറ്റപ്പുരയിൽ നിന്ന് പറഞ്ഞാലും കേട്ടുപോയി, അറിഞ്ഞുപോയി. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹിസ്സലാം. അവിടുന്ന് സലാം മടക്കുകയാണ്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ കൃത്യമായി നിസ്കരിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്ന ഒരു ചെറിയ സംഭവം പറഞ്ഞ് പൂർത്തീകരിച്ച് നിർത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. കുടുംബ ബന്ധം ചേർക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. സാധുക്കളെ സഹായിക്കണം. സാധുക്കളെ സ്നേഹിക്കണം. സാധുക്കളുമായി അടുക്കണം. ഔസാനി ഖലീലി ബിസബ്ഇൻ 7 കാര്യം എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തു. അതിലൊന്നാമത്തത് സാധുക്കളെ സ്നേഹിക്കണമെന്നാണ്. മറ്റൊന്ന് സാധുക്കളെ ആ സാധുക്കളുമായി അടുക്കണമെന്നാണ്. സാധുക്കളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയണം. സാധുക്കളെ രോഗം കാണാൻ പോകാൻ സാധിക്കണം. സാധുക്കളെ മയ്യിത്തെടുക്കാൻ സാധിക്കണം. സാധുക്കൾക്ക് അതാ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം. സാധുക്കളെ സംരക്ഷിക്കണം. ഹബീബായ നബി തങ്ങളുടെ പ്രത്യേകമായ ഉപദേശമാണ്. നല്ല നല്ല കാര്യങ്ങൾ അൽഹംദുലില്ലാഹ്. ആരെയും കുറ്റം പറയരുത്, ഗീബത്ത് പറയരുത്. ചിലര് വെറുപ്പുള്ളവന്റെ ഗീബത്ത്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ പോയത്തക്കാര്, അറിവ് കുറഞ്ഞവർ. കാരണം എനിക്ക് വെറുപ്പുള്ള ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ എന്റെ നിസ്കാരം നോമ്പൊക്കെ അയാളെ അക്കൗണ്ടിലേക്ക് പോയി. നിങ്ങൾ ആലോചിച്ചു, അയാൾക്ക് വെറുപ്പുണ്ടായാൽ അയാൾ അക്കൗണ്ടിലേക്ക് എന്റെ മുതലൊക്കെ കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ടല്ലേ മുമ്പൊരു വലിയ മഹാൻ പറഞ്ഞു, ഞാൻ ഒരാളെ ഗീബത്തും പറയൂല, അഥവാ പറയുകയാണെങ്കിൽ എന്റെ ഉമ്മാന്റെതേ പറഞ്ഞില്ല. ഉമ്മാന്റെ ഗീബത്ത് അതെ എന്റെ നിസ്കാരം നോമ്പൽ ഉമ്മാക്കല്ലേ കിട്ടും, പുറത്തു പോലല്ലോ. ഓ സുഹൃത്തുക്കളെ, ചില വിവരം കുറഞ്ഞവരുണ്ട്, അവരെ പരിപാടി മറ്റുള്ളവരെ കുറ്റം പറയലാണ്. അത് ദീനല്ല കേട്ടോ. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അങ്ങോട്ട് ചീത്ത പറയാതിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഇങ്ങോട്ട് തെറി പറഞ്ഞാലും അങ്ങോട്ട് പറയാതിരിക്കുക. ഇമാം അബൂ ഹനീഫ തങ്ങളെ ഒരാൾ തെറി പറഞ്ഞു. വലിയ ഇമാമല്ലേ, വലിയ കറാമത്തുള്ള മഹാനല്ലേ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളല്ലേ. ദർസ് നടത്തി പോകുമ്പോ ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞു, മറുപടി പറഞ്ഞില്ല. വീട്ടിൽ കയറുമ്പോ പടിയും പിടിച്ചു നിന്നിട്ട് പറഞ്ഞു, മോനെ കുറെ സമയമായി നീ എന്നെ തെറി പറയുന്നു, ഞാൻ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറുകയാണ്, ഇനി നീ പറയുന്നു ഞാൻ കേൾക്കൂല. അതുകൊണ്ട് ഇനിയും കുറെ പറയാൻ തീരുമാനമുണ്ടെങ്കിൽ ചുരുക്കി പറയുമെങ്കിൽ കുറഞ്ഞ സമയം വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാനിവിടെ നിന്ന് തരാം. അപ്പോഴാണ് ആ മനുഷ്യന് തോന്നുന്നത്, എന്നെക്കാൾ വലിയ വിഡ്ഢിയാരാണ് ഈ മഹാനെ ചീത്ത പറയുന്ന, എന്നെക്കാൾ വലിയ വിഡ്ഢിയാരാണ്. സുഹൃത്തുക്കളെ, നല്ല മനസ്സ് വേണം, നല്ല നാവ് വേണം. അത്തയ്യിബാതു ലിത്തയ്യിബീൻ